ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീയാണ്. കാര്യം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഞാൻ കാണിച്ചു തരാം. ഇത് എല്ലാം എടുത്തുണ്ടാവും. അതുപോലെ ഈ സ്ട്രോപ്പ് ക്രീമും നിങ്ങളെടുത്തുണ്ടാവും കേട്ടോ. അല്ലേ, ഇത് നിങ്ങളെടുത്തുണ്ടാവും. അപ്പോൾ ആദ്യം ഞാൻ എല്ലാം ഓരോന്ന് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് തുടങ്ങാം. പിന്നെ അതാ 2 ഷെയ്ഡിൻ്റെ ഒരു ബ്ലഷാണ്. ഇതൊക്കെ ഓരോരോ ബ്രാൻഡിൻ്റെതാകട്ടാ. ഉണ്ടല്ലേ, 2 ഷെയ്ഡ് ബ്ലഷ് ഉണ്ട്. പിന്നെ ഇതാ ഒരു കോമ്പാക്ട് പൗഡർ പർപ്പിൾ എടുത്തതാണ്. കോമ്പാക്ട് പൗഡർ ഉണ്ട്. പിന്നെ എൻ്റെ ഫൗണ്ടേഷനാണ്. എന്താ മാമ-എർത്തിൻ്റെ തന്നെയാണ്. എന്താ അതുപോലെ ഇതാ ഒരു ഐ ഷാഡോ ഉണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ അടുത്ത മാസം 30-ാം തീയതി ദുബായിക്ക് പോവുകയാണ്. ഞാൻ അല്ലെങ്കിൽ അവിടെ തന്നെ ഇട്ട് പഠിക്കുന്നതൊക്കെ ഇതുവരെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നുള്ളൂ. പിന്നെ ഒരു മസ്കാരോ, പിന്നെ കുറേ ലിപ്സ്റ്റിക്സ് ഉണ്ട് ഗൈസ്. ഇതാട്ടെ ഷെയ്ഡ്. ഏതാ ഷെയ്ഡ് അതെനിക്കറിയില്ല, ഇവിടെ കൊടുത്തിട്ടില്ല ഗൈസ്. ഇതാട്ടെ ഷെയ്ഡ്, എൻ്റെ ഷെയ്ഡാണ്. ഇനിയും വേറെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഇതും പർപ്പിളിന് മേടിച്ചതാണ് ഗൈസ്. ഐലൈനർ ഞാൻ ഈ ഐലൈനർ ഇപ്പോൾ ഇടുന്നില്ല. ഐലൈനർ ഞാൻ വേറെ ഇട്ടു. വീണ്ടും ഒരു ലിപ്സ്റ്റിക് ഉണ്ട്. ഐബ്രോ അല്ല, ഒരിത്. പിന്നെ ഒരു ലിപ്പ് ലൈനർ ഉണ്ടല്ലേ. ഗൈസ്, ഒരു ലിപ്പ് ലൈനർ ഉണ്ട്. പിന്നെ സാധാ ഒരു ലിപ് ബാം ഉണ്ട്. പിന്നെ ഇതൊരു ഐബ്രോ പെൻസിലാണ്. ഇവിടെ ഐബ്രോ ഷേപ്പാക്കുന്ന ഒരു ഇതുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾ വിചാരിക്കേണ്ടാവും ഐബ്രോ എവിടെയാണ്. അപ്പോൾ ഇങ്ങനെ ഇവിടെ തിരിച്ച് കൊടുത്താൽ ഐബ്രോ വരും കേട്ടോ. അപ്പം ഐബ്രോ പെൻസിലുണ്ട്. പിന്നെ വേറൊരു ഐലൈനറും കൂടി ഉണ്ട് കേട്ടോ. ഇതില്ല, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, പെൻ ഐലൈനർ. അതാണ് പെൻ ഐലൈനറാണ്. പിന്നെ വീണ്ടും ഒരു ലിപ്പ് ലൈനർ അല്ല, വീണ്ടും ഒരു ഐബ്രോ പെൻസിൽ ആളെ കഴിച്ചു. എനിക്ക് തീരെ ഐബ്രോ ഇല്ല. വീണ്ടും ഒരു ഐബ്രോ പെൻസിൽ ഇത്ര ആയിട്ടുണ്ട്. പിന്നെ വീണ്ടും ഇത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ കുറച്ച് ഞാൻ വെറുതെ ഇട്ടതാ ഗൈസ്, കീ ചെയിൻ ആക്കി ഇടാൻ. പിന്നെ ഐബ്രോ പെൻസിൽ കൂർപ്പിക്കാനുള്ളത്. പിന്നെ എൻ്റെ ഒരു ഹെയർ ക്ലിപ്പ്, എനിക്ക് ഇഷ്ടപ്പെട്ട് തോന്നുന്നുണ്ട്. പിന്നെ എങ്ങനത്തെ കുറേ സാധനങ്ങൾ. ഇതൊക്കെ ഇത് എൻ്റെ മുദ്രല്ല കേട്ടോ, ഇതിൻ്റെ ഉമ്മാൻ്റെ മുദ്രയാണ്. എൻ്റെ ഉമ്മാൻ്റെ മുദ്ര എങ്ങനെ ഇതിൽ പെട്ട് മനസ്സിലാക്കി. അപ്പം നമുക്ക് മേക്കപ്പ് ഇടൽ തുടങ്ങാം. ഫസ്റ്റ് ഫൗണ്ടേഷനും ഇതുകൂടി മിക്സ് ആക്കണം. നിങ്ങളെങ്ങനെ ഇടല്? ഇത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണോ അതോ ഓരോന്ന് ഒറ്റക്കാണോ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഗൈസ്, നമുക്കൊന്ന് കുറച്ച് എടുക്കുള്ളൂ കേട്ടോ. കുറച്ച് ഇതെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കൂടി ഇടാം. അപ്പം ഇതും കുറച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുണ്ടല്ലോ, സ്പഞ്ച് എടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കാം ഗൈസ്. ഉണ്ടല്ലോ, നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഇട്ട് വെക്കട്ടോ. ഇതേപോലെ നമുക്ക് ഇട്ട് കൊടുക്കണം.
ഇന്നും ഉണ്ട്, കുറേ എടുത്തത് കൂടിപ്പോയോന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ കഴുത്തിലും നമുക്ക് കുറച്ച് വെച്ചിട്ട് കൊടുക്കാം. ഇനിയുള്ളതൊക്കെ നമുക്ക് കൈമ തന്നെ പറ്റി കൊടുക്കാം. ഓക്കെ, അപ്പം നമുക്കിത് ബ്ലെൻഡ് ആക്കാം. നിങ്ങൾ കാണുന്നുണ്ടാവും. ആരെങ്കിലും ഈ ഭാഗം ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ട് ചെയ്യുന്നുണ്ടോ എനിക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടാ. എനിക്ക് ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ടാണ് ഇത് ശീലമായിട്ടുണ്ട്. പിന്നെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഗൈസ് ഇതിങ്ങനെ ബ്ലെൻഡാക്കാൻ കുറച്ച് പണിയുണ്ട്. ഇത് ബ്ലെൻഡ് ആക്കിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് ബ്ലെൻഡ് ആക്കി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് കാണാം ബ്ലെൻഡ് ആക്കിയതൊക്കെ. അപ്പോൾ ഞാൻ വായിട്ട് തന്നെ കുറച്ച് സ്ട്രോപ്പ് ക്രീമും കൂടി ഇടാറുണ്ട്, എന്നാലേ കുറച്ചും കൂടി ഒരു ഗ്ലോ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ എന്താ കുറച്ചും കൂടി സ്ട്രോപ്പ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ബ്ലെൻഡ് ആക്കി. അപ്പോൾ ഗൈസ് അത് ബ്ലെൻഡ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ചെറുതായിട്ടൊക്കെ ഒരു ഗ്ലോ വരുന്നുണ്ട്. അതൊക്കെ മതിക്കോ. ഓക്കെ, എന്നിട്ട് നമുക്കിപ്പോൾ എന്താക്കാം, ഇതാ ഇതെന്താ എൻ്റെ എന്നപ്പോൾ പറയാം കുറച്ചുകൂടെ. ഓക്കെ, എൻ്റെ ഇതിടാം. എന്താ നമ്മളെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, നമുക്കിത് ഏതായാലും ഇടാം. ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ ഇടാം. എന്നിട്ട് അതിൻ്റെ താഴെ ഇതിടാതെ യൂസ് ആക്കാറുണ്ട് കേട്ടോ. താഴെ എൻ്റെ ഇതാണ് കേട്ടോ. ഇട്ടിട്ട് വരാം. ഗൈസ് ബ്ലെൻഡ് ആക്കി വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതാ കുറച്ച് ബ്ലഷ് ഇടാം. നിങ്ങൾ ഏത് കളർ ബ്ലഷ് ഇടലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഈ ലൈറ്റ് പിങ്ക് ഉണ്ടാവില്ല, അത് ഞാൻ ഇടാറിട്ടാ. നമുക്ക് കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുക്കാം. കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് ആയിട്ട് വെക്കാം. വൈറ്റ് പൗഡർ ഇട്ട് കൊടുക്കലേ ഒന്ന് സെറ്റാക്കാൻ. ഇതിങ്ങനെ സെറ്റാക്കി വെക്കാം. രണ്ട് സൈഡിൽ വെയിറ്റ് ഇങ്ങനെ കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആകെ ചോത്ത് ഗൈസ് ഇല്ല, ചൊത്ത് കുറച്ച് കൂടിപ്പോയി. ആ സാരി ഞാനിത് കേക്ക് കളഞ്ഞുണ്ട് ഗൈസ്. അപ്പം നമുക്ക് കുറച്ച് എന്താണ് നമ്മളെ ഐലൈനർ അല്ല ഐബ്രോ ഇതില്ലേ, എന്താണ് ആ എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഗൈസ് നമുക്ക് അത് ഇട്ട് കൊടുക്കാം. ചെറിയൊരു മിസ്റ്റേക്കൊക്കെ ഉണ്ട്, അതൊന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ഇതെടുത്തിട്ടുണ്ട് കേട്ടോ. ഗൈസ് ഇനി അടുത്ത കണ്ണുകളും കൂടി ഇടാം നമുക്ക്. നേരക്കുമ്പോൾ കാണില്ല ഗൈസ്, അതുകൊണ്ടാണ് എനിക്ക് ഐ പ്രോബ്ലം ഉണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പോൾ അത് കാണിക്കണം. ഗൈസ് അത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാം. ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുമ്പ് ഐലൈനർ ഇടണ്ടേ. ഗൈസ് ഇത് വീണ്ടും ഓപ്പൺ ആക്കേണ്ടി വന്നു.
സെറ്റിംഗ് സ്പ്രേ ഒന്നുമില്ല കേട്ടോ ഗൈസ്, അത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അത്ര വലിയ റിച്ചൊന്നും അല്ല കേട്ടോ ഞാൻ വാലിന് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമ്മൾ വാല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ലിപ് ലൈനർ ഇട്ടൊന്ന് ചെയ്തെടുക്കാം. തുറക്കാൻ പണിയാ ഗൈസ്. ഇതൊക്കെ നോക്കണം ഗൈസ്, ഇത് വല്ലാത്തൊരു കഷ്ടക്കാലാണ്. അപ്പോൾ ലിപ് ലൈനർ ഇട്ട് ആയിട്ടുണ്ട്. ഇത് ഗിൽട്ടുള്ളതാട്ടാ, ഇതിൻ്റെ ഇവിടെ കാണുന്നുണ്ടാവും. ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ്. അടുത്ത് നമുക്കിതാ ലിപ്സ്റ്റിക്ക് ഇടാം. ഞാൻ ഇപ്പോൾ യൂസ് ആക്കാൻ വേണ്ടി ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ലിപ്സ്റ്റിക്ക് ഗൈസ്. ഇതിന് മുമ്പ് നമുക്ക് ലിപ് ബാം ഒന്ന് യൂസ് ആക്കണം ഗൈസ്, ഇല്ലെങ്കിൽ എൻ്റെ ചുണ്ടാകെ ഡ്രൈ ആവട്ടാ. അപ്പോൾ ഗൈസ് ഇതാ യൂസ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതുണ്ടല്ലേ, ഇതാട്ടതിൻ്റെ ഷെയ്ഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇത് ഷെയ്ഡ് ഇതാണ്. ഇത്ര പൊന്തിക്കൊള്ളൂ കേട്ടോ ഞാൻ. ഇത് അത്ര പൊന്തിച്ചാൽ പെട്ടെന്ന് പൊട്ടും. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ പൊന്തിക്കാറില്ല അത്ര. ഗൈസ് ഇതാ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് ലിപ് ലൈനറിൽ ഇട്ട് വരഞ്ഞാലൊരു പ്രശ്നം, ഇങ്ങനെ ലിപ്പ് വാഷ്റൂമിൽ പോയതാണ്. അപ്പം ഞാൻ തിരിച്ചു വന്നിട്ടില്ല. ഈ ലിപ് ലൈനർ ഇട്ടിട്ടാൽ കുറച്ച് തള്ളങ്ങനെ കേക്കുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അടുത്തത് ഇനി ഇത്രയേ ഉള്ളൂ. പിന്നെ കണക്കാടും ഞാൻ ഇട്ടോളാം. അപ്പം അതിടാം. ഇത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റൂട്ടാ ഇതിട്ടത്. എനിക്ക് എൻ്റെ മുഖം കാണാനേ പറ്റുന്നോ എനിക്കറിയില്ല കേട്ടോ ഗൈസ്. ഗൈസ് ഞാൻ ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഇല്ലേ, നമുക്ക് കാണുന്നുണ്ടോ എനിക്കറിയില്ല. എന്താ ചുണ്ടും മുഖമൊക്കെ ഐലൈനർ ഇട്ടത് കുറച്ച് വലുതായിപ്പോയി ഗൈസ്. ഞാനെങ്ങനെയാണ്, ഈ കണ്ണ് വലുതാവും, ഈ കണ്ണ് ചെറുതുമാവും. കണ്ടില്ലേ? അപ്പോൾ ഇതാ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. ഇനി ഇതൊക്കെ എടുത്ത് വെക്കണം. എൻ്റെ മുമ്പ് നിങ്ങളൊരു കാര്യം മറന്നുപോയി, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.